സൂറത്ത് യാസീനിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിൽ അതിശയോക്തിയുള്ള പ്രയോഗങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ പല അധ്യായങ്ങൾക്കും പല ഫളായിലുകളുണ്ട്. എന്നാൽ എല്ലാ അധ്യായങ്ങൾക്കും പ്രത്യേകം ഫളായിലുകൾ പറയപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിന് മൊത്തത്തിൽ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. എന്നാൽ ചില അധ്യായങ്ങൾ അതിൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ളവയാണ്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, അതിൽ തന്നെ ആയത്തുൽ കുർസി, അതിൽ തന്നെ അവസാന ഭാഗത്തുള്ള 2 ആയത്തുകൾ ആമനർ റസൂലു, സൂറത്തു ആലി ഇമ്രാനിലെ അവസാന ഭാഗത്ത് വന്ന 11 വചനങ്ങൾ, അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ, അതുപോലെ സൂറത്തു സജദ, സൂറത്തു ദഹ്ർ, സൂറത്തു സുമർ, സൂറത്തുൽ ഇസ്റാ, സൂറത്തുൽ കഹ്ഫ്, അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് തുടങ്ങിയ അധ്യായങ്ങൾക്ക് പ്രത്യേകം പോരിശയും മഹത്വവും പറയപ്പെട്ടതാണ്. എന്നാൽ സൂറത്ത് യാസീനിനാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഏറെ മഹത്വം കൊട്ടിഘോഷിക്കപ്പെടാറുള്ളത്. വാസ്തവത്തിൽ സൂറത്ത് യാസീനിന്റെ മഹത്വം സഹീഹായ ഹദീസുകളിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ധാരാളക്കണക്കിന് പ്രത്യേകതകളാണ് യാസീൻ സൂറത്തിന് നമ്മുടെ നാടുകളിൽ പറയപ്പെടാറുള്ളത്. യാസീൻ മനപ്പാടല്ലാത്ത ആളുകൾ ഉണ്ടാവൂല എന്നാണ് പറയുക. കാരണം അത്രത്തോളം ആളുകൾ മനപ്പാടാക്കേണ്ടത് യാസീനാണെന്നൊരു ധാരണ. കാരണം യാസീനാണ് എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠത എന്നും ഏതൊരു കാര്യത്തിനും യാസീനാണ്. മരിച്ചയിടത്ത് യാസീൻ, മയ്യത്തെടുക്കുമ്പോ യാസീൻ, അതുപോലെ തന്നെ ഖബർ സിയാറത്തിന് പോയാൽ അവിടെ വെച്ച് യാസീൻ, ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ യാസീൻ, ഇങ്ങനെ ബറാത്ത് രാവിന്റെ അന്ന് 3 യാസീൻ വിവിധ ഉദ്ദേശത്തിന്, ഇങ്ങനെ ധാരാളക്കണക്കിന് പ്രത്യേകതകൾ സൂറത്ത് യാസീനിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്ത് യാസീനിന്റെ പ്രത്യേകതയായി ഒരൊറ്റ സ്വഹീഹായ ഹദീസും വന്നിട്ടില്ല എന്നാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ നേരെ കുതിര കയറാനും അടിയിൽ കമന്റ് ബോക്സിൽ കമന്റുകൾ പറയാനും തെറി വിളിക്കാനും ഒക്കെ ധാരാളം ആളുകൾ ഉണ്ടാകും. വിരോധമൊന്നുമില്ല. ഒരു കാര്യം ഇസ്ലാമിൽ പുണ്യകരമാവണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിക്കണം, അള്ളാഹുവിന്റെ വഹീ ലഭിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പഠനങ്ങളാണ്, അധ്യാപനങ്ങളാണ് എന്ന് പറഞ്ഞ് തുടക്കത്തിൽ ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു എന്ന് ആമുഖം പറഞ്ഞതുകൊണ്ട് ഒരു ഹദീസ് സഹീഹാവില്ല. മറിച്ച് ഒരു ഹദീസ് സഹീഹാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ സനദ് സ്ഥിരപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു, സഹാബി കേട്ടു, സഹാബിയെ പരിശോധിക്കില്ല. സഹാബത്ത് മുഴുവനും നീതിനിഷ്ഠയുള്ളവരാണ്. സഹാബിയിൽ നിന്ന് ആര് കേട്ടു, അവിടെ നിന്ന് ആര് കേട്ടു, അവിടെ നിന്ന് ആര് കേട്ടു, ആ വ്യക്തിയിൽ നിന്ന് ആര് കേട്ടു എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ തലമുറയിലെ ആരിലേക്ക് ആ ഹദീസ് എങ്ങനെ എത്തി എന്നുള്ളത് സൂക്ഷ്മമായ നിരീക്ഷണത്തിനും പഠനത്തിനും വിധേയമാക്കും. അങ്ങനെയാണ് ഹദീസിന്റെ സനദ് പരിശോധിച്ചിട്ട് അതിൽ കുഴപ്പക്കാരാരുമില്ലെന്ന് സർവ്വസ്വീകാര്യരായ വ്യക്തിത്വങ്ങളും റിപ്പോർട്ടർമാരും മാത്രമേ ആ ഹദീസിന്റെ സനദിലുള്ളൂ എങ്കിൽ മാത്രമേ അത്തരം ഹദീസുകൾ സ്വീകരിക്കുകയുള്ളൂ. അവയ്ക്ക് വിരുദ്ധമായ ഷർത്തുകൾ ഒത്തിട്ടില്ലാത്ത റിപ്പോർട്ടർമാരാണ് ഒരു ഹദീസിലുള്ളതെങ്കിൽ ആ റിപ്പോർട്ടുകൾ തള്ളിക്കളയും. ആ മാനദണ്ഡം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സൂറത്ത് യാസീനിന് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കൊട്ടിഘോഷിക്കുന്ന ഒരു പ്രത്യേകതകളും സഹീഹായ ഒരൊറ്റ ഹദീസുകളിലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനി ഞാൻ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ പറയുന്ന എന്തൊക്കെ പ്രത്യേകതകൾ യാസീനിനുണ്ട് എന്ന് ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകാം, അറബി ഇബാറത്തുകളിലേക്ക് കൂടുതൽ കടക്കാതെ. അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി. കാരണം ധാരാളം പ്രഭാഷകന്മാർ അവരുടെ പ്രഭാഷണങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെയൊക്കെ ഇത് വിളിച്ചു പറയാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ അധ്യായത്തിന്റെ ശ്രേഷ്ഠതകളായി കൊണ്ട് എണ്ണിപ്പറയുന്ന ഹദീസുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അവ അധികവും വ്യാജ നിർമ്മിതമാണ്, പലതും ധാരാളമായി ദുർബലതയുള്ളവയാണ്. സൂറത്ത് യാസീനിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ഒരു ഹദീസും സഹീഹായി വന്നിട്ടില്ല. അത് എൻ്റെ വകയായിട്ട് ഞാൻ വലിയ ഇൽമുള്ള ആളായിട്ട് പറയൊന്നുമില്ല. അങ്ങനെ നാളെ പറയാം, ഈ ഭാഗം കോട്ട് ചെയ്തിട്ട് പറയും, ഓ
മൗലവിക്കാണുള്ള വലിയ വിവരം. ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ യാസീൻ്റെ മഹത്വം പറഞ്ഞിട്ട് എഴുതി. മൗലവി പറയണ ഒരു മഹത്വമല്ല എന്ന് പറഞ്ഞ് നമ്മളെ കുറേ കുതിര കയറും. അതുകൊണ്ടാണ് പറയുന്നത്, കുതിര കയറുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഉള്ളത് പോലെ പറയലാണ് നമ്മുടെ അമാനത്തുൻ ഇൽമിയ. വൈജ്ഞാനികമായ നമ്മുടെ സൂക്ഷ്മതയും നമ്മുടെ ധാർമ്മികമായ നമ്മുടെ ഉത്തരവാദിത്വവും ഉള്ളത് പോലെ പറയലാണ്, ആർക്കിഷ്ടമായില്ലെങ്കിലും ശരി. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമ പറയുകയാണ്. ഒന്ന്, യാസീൻ ലിമാ ഖുരിഅത്ത് ലഹു, ധാരാളം ആളുകൾ പറയുന്ന ഒരു റിപ്പോർട്ടാണ്. യാസീൻ ലിമാ ഖുരിഅത്ത് ലഹു, യാസീൻ എന്തിനു വേണ്ടി ഓതിയോ അതിനുള്ളതാണ്. എന്തുദ്ദേശം മനസ്സിൽ വെച്ച് യാസീൻ ഓതിയോ ആ ഉദ്ദേശം നിറവേറും എന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് ഒരു റിപ്പോർട്ട് പലരും പറയാറുണ്ട്. ശരിയല്ല, അതിനടിസ്ഥാനമില്ല. അള്ളാഹുവിൻ്റെ റസൂല് അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, സ്വഹാബാക്കൾ പഠിപ്പിച്ചിട്ടില്ല, താബിഈങ്ങളോ മഹാരഥന്മാരായ 4 അഇമ്മത്തുകളിൽ നിന്നോ ആ റിപ്പോർട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ പേരിൽ പറയുവാൻ വിശ്വാസികൾക്ക് പാടുള്ളതല്ല. ഇനി മക്ബറയിൽ കയറിയാൽ യാസീൻ ഓതണം എന്ന് പറയാൻ വേണ്ടി മൻ ദഖലൽ മഖാബിറ, ആരെങ്കിലും ഖബർസ്ഥാനിലേക്ക് പ്രവേശിച്ചിട്ട് യാസീൻ സൂറത്ത് ഓതിയാൽ അന്നത്തെ ദിവസം അവിടെയുള്ള എല്ലാ ആളുകൾക്കും അദാബിൽ നിന്ന് അള്ളാഹു ലഘൂകരണം നൽകുന്നതാണ്. എത്രത്തോളം? സൂറത്ത് യാസീനിലെ ഓരോ അക്ഷരങ്ങളുടെയും എണ്ണത്തിനനുസരിച്ച് അവർക്ക് നന്മ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ ഹദീസും സ്വഹീഹ് അല്ല. അടുത്തത് ഉദ്ധരിക്കാനുള്ളത് മൻ ദാവമ അലാ ഖിറാഅത്തിഹാ കുല്ല ലൈല, ആരെങ്കിലും എല്ലാ രാത്രിയിലും യാസീനോത്ത് പതിവാക്കിയാൽ എന്നിട്ടവൻ മരിക്കുകയും ചെയ്താൽ മാത്ത ഷഹീദ, അവൻ രക്തസാക്ഷിയുടെ പ്രതിഫലമുള്ള ഷഹീദായിട്ടാണ് മരിക്കുക എന്ന് മുത്ത മുസ്തഫ പറഞ്ഞിരിക്കുന്നു എന്ന് അടിസ്ഥാനമില്ല. അടുത്തത് ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബ, എല്ലാ ഓരോ വസ്തുവിനും ഒരു ഖൽബുണ്ട്, ഹൃദയമുണ്ട്. വ ഖൽബുൽ ഖുർആനി യാസീൻ, ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ. കതബല്ലാഹു ലഹു ബി ഖിറാഅത്തിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്തിൻ, ആരെങ്കിലും ഖൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന യാസീൻ ഒരു തവണ പാരായണം ചെയ്താൽ 10 ഖതമ് തീർക്കുന്നതിൻ്റെ തുല്യമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട്. ആ ഹദീസും സഹീഹ് അല്ല. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, തത്തുല്യമായ ചില റിപ്പോർട്ടുകളൊക്കെ പല പണ്ഡിതന്മാരും ഒരു സഹീഹാണെന്ന നിലക്ക് അവരുടെ തഫ്സീറുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അവരൊരു സഹീഹ് എന്ന നിലക്ക് ഉദ്ധരിച്ചതാണ്, സഹീഹല്ല എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം അവരുദ്ധരിച്ചതല്ല എന്ന സദ്വിചാരമാണ് നമുക്ക് ഉലമാഇനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ഈ ഹദീസുകളൊന്നും സഹീഹായ ഹദീസുകൾ അല്ല. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതുക എന്നുള്ള ഒരു റിപ്പോർട്ട് മഅഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ റിപ്പോർട്ടിൽ ഇപ്രകാരമുണ്ട്, ഇഖ്റഉ യാസീൻ അലാ മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ മേൽ നിങ്ങൾ യാസീൻ പാരായണം ചെയ്യുവീൻ. ആ ഹദീസ് 3 കാരണങ്ങളാൽ അത് ദുർബലമാണ് എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല തന്നെ അദ്ദേഹത്തിന്റെ തൽഖീസുൽ ഹുബൈർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, മഹാനായ മാലിക്കി ഇമാമിന്റെ പണ്ഡിതൻ അബൂബക്കർ ബിനുൽ അറബി റഹിമഹുല്ല, ഞാനിത് പറയുന്നത് മരിച്ചയിടത്ത് യാസീനോദനം എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിയാക്കൾ പറയും, അതൊന്നും ഇല്ല, അങ്ങനെ ഒരു ഹദീസ് സഹീഹായി വന്നിട്ടില്ല, അങ്ങനെ ഒരു നബിചര്യയിൽ ഇല്ല എന്ന് പറയുമ്പോൾ പറയും, കണ്ടോ, നന്മ മുടക്കികളാണ്, യാസീനിനോട് വെറുപ്പുള്ളവരാണ്, മരിച്ചോർക്ക് വേണ്ടി ഒന്നും പാടില്ലാത്തവരാണ്, മരിച്ചോടത്ത് മാതൃഭൂമിയോതാ മനോരമ വായിക്കുക അതൊക്കെ പറയുന്നവരാണ്, രാഷ്ട്രീയം പറയാമെന്ന് പറയുന്നവരാണ്, എന്നാലും ഖുർആൻ ഓതിക്കൂടാന്ന് പറയുന്നവരാണ്, നന്മകളിൽ നിന്ന് ജനങ്ങളെ വഴിമുടക്കുന്ന പിഴച്ച ഇബ്ലീസിന്റെ സന്തതികളാണിവർ എന്നൊക്കെ കാട് കയറി പറയുമ്പോൾ ഞാൻ എൻ്റെ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഹദീസിനെ സംബന്ധിച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ യാസീൻ ഓതുക എന്ന ഹദീസിനെ സംബന്ധിച്ച് മഹാനായ ഇമാം അബൂബക്കർ ബിനുൽ അറബി എന്ന് പറയുന്ന മഹാനായ മാലിക്കി മദ്ഹബിലെ പണ്ഡിതൻ
അദ്ദേഹം ഹിജറ 418 മഹാനവറുകളുടെ ജനനമുണ്ടായത്. ഹിജറ 543 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നത് ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ഒരു ഖാദിയായിരുന്നു അദ്ദേഹം. മഹാരഥനായ ഒരു മുഫസ്സിർ അഥവാ ഖുർആൻ വ്യാഖ്യാതാവായിരുന്നു അദ്ദേഹം. അറിയപ്പെട്ട കർമ്മശാസ്ത്ര വിശാരദനായ ഫഖീഹായിരുന്നു അദ്ദേഹം. അറിയപ്പെട്ട ഹദീസുകളെ സംബന്ധിച്ച് നല്ല കൃത്യവും വ്യക്തവുമായ കഴിവുള്ള മുഹദ്ദിസായിരുന്നു അദ്ദേഹം എന്നൊക്കെയുള്ള പ്രത്യേക ശ്രേഷ്ഠതകൾ പറയപ്പെട്ട മഹാനായ ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നുൽ അറബി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഇമാം തിർമിദിയുടെ ഹദീസ് ഗ്രന്ഥമായ സുനൻ തിർമിദിക്ക് ഒരു ശറഹ്, ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ആരിദത്തുൽ അഹ്വദി എന്നാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഏത്? യാസീനിനെ, മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതുക എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, ഹദീസുഹാ ദഈഫുൻ ഫലം നുഖ്ബിൽ അലൈഹി. ഹദീസ് സഹിഹല്ല. അവിടെ നമ്മളതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. വലിന്നാസി, ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ കുറേ അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ വദാലിക കുല്ലുഹു ലാ അസ്ല ലഹു, അതിനൊന്നും ഒരടിസ്ഥാനമില്ല. കുറേ റിപ്പോർട്ട് ഈ വിഷയത്തിൽ ഞാനും കേട്ടിട്ടുണ്ട്. കുറേ റിപ്പോർട്ട് ഈ യാസീന്റെ ഫളായിലുകളുടെ കാര്യത്തിൽ ഞാനും ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിനൊന്നും ഒരഅസ്ലില്ലാന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖദ് റവാ അബൂ ദാവൂദ് ഇഖ്റഊ യാസീൻ അലാ മൗതാക്കും, മരണപ്പെട്ടവരുടെ മേൽ നിങ്ങളിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ യാസീൻ ഓതുക എന്ന റിപ്പോർട്ട് വലം യസിഹാൻ, അത് സഹീഹല്ലാന്ന്. ഇനി നമ്മളെ പേരിൽ കുതിര കയറണ്ട. നമ്മളെ പേരിൽ പറയുന്നതൊക്കെ ഇതിനെ സഹീഹല്ല എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ചാർത്തി കൊടുക്കാൻ നിങ്ങൾക്ക് നല്ല മനോധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാനത് ഇത്ര വ്യക്തമായി പറയുന്നത്, യാസീൻ വിരോധികളാണ്, യാസീൻ ഓതാൻ പാടില്ല എന്ന് പറയുന്നവരാണ്, യാസീനോട് വെറുപ്പുള്ളവരാണ്. അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ഏതക്ഷരം പാരായണം ചെയ്താലും 1/10 പ്രതിഫലമുണ്ട്. പക്ഷേ ഇന്ന അധ്യായം ഇന്ന സ്ഥലത്ത് പാരായണം ചെയ്താൽ അതുകൊണ്ട് ഇന്ന മഹത്വമുണ്ടെന്ന് പറയുവാൻ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല. അതിൻ്റെ അതോറിറ്റി പറയണം. അതൊന്നുകിൽ അള്ളാഹു പറയണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വഹീ ലഭിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. അവിടുന്ന് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടത് മുഴുവനും ആമന്നാ വസല്ലംനാ, നമ്മളിതാ വിശ്വസിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഹദീസ് സഹീഹല്ലെന്ന് പ്രഗത്ഭര് പറയുന്നു. എന്നാൽ ഇത് സഹീഹാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവരുണ്ടാകും. അവർ തന്നെയും പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയല്ല യാസീനോദനം എന്ന് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഐ മൻ ഹദറഹുൽ മൗതു, മരണം ആസന്നമായവരുടെ അടുക്കൽ യാസീനോദുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് ഇത് സഹീഹാണെന്ന് വിചാരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പോലും വ്യാഖ്യാനിക്കുന്നു. ഇപ്പൊ മരണം ആസന്നമായവന്റെ അടുക്കൽ യാസീനോദാൻ, എന്താ? യാസീനിൽ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. തൗഹീദിനെ സംബന്ധിച്ച്, ആഖിറത്തിനെ സംബന്ധിച്ച്, തിരുദൂതരെ സംബന്ധിച്ച്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാമികമായ ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പരാമർശിക്കുന്ന 83 ആയത്തുകളുള്ള, അല്ലെങ്കിൽ 82 ആയത്തുകളുള്ള ഒരധ്യായമാണ് സൂറത്ത് യാസീൻ. എന്താ അങ്ങനെ പറയുന്നത്? 82 ആയത്തോ 83 എന്ന് ഡൗട്ട് എന്താ? ഇത് മക്കിയായ സൂറത്താണ്. എന്താ മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് അവതരിക്കപ്പെട്ട സൂറത്തായ ഒരു സൂറത്താണേത്? സൂറത്ത് യാസീൻ. അപ്പോൾ ഒരായത്ത് പിന്നെ എങ്ങനെയാണ് അപ്പൊ കമ്മിയായി പോയോ? ഖുർആൻ ഒരായത്ത് പോയോ യാസീന്ന്? അങ്ങനെ പോയതല്ല. 83ഉം 82ഉം പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകുവാനുള്ള നിമിത്തം നമ്മൾ അറിയണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു 83 ആയത്താണ്, ചിലർ 82 എന്ന് പറഞ്ഞു. 82 എന്ന് പറയുന്നവര് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഒരായത്തായിട്ടാണ്. 83 പറയുന്നവരോ യാസീൻ 1, വൽ ഖുർആനിൽ ഹകീം 2. അപ്പൊ എത്രവും? 83 ആവും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും കുറേ എടുത്ത് ഒഴിവാക്കിയൊന്നുമല്ല. ഞാൻ ആദ്യമേ പിടിച്ച് ആരും കണ്ടോ യാസീനിൽ വരെ എത്ര ആയത്താണ് മൗലൈമാർക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ,
അതൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല, ഇതാ ഞങ്ങളെ ഭാഗത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ജബ്ബാരിയന്മാരും ആരും രംഗത്തേക്ക് വരേണ്ടതില്ല. അതൊരു കാര്യം അത്രയേ ഉള്ളൂ. അത് എണ്ണുമ്പോൾ ചില ആയത്തുകൾ കൂട്ടിയിട്ട് ഒന്നാക്കി എണ്ണി, ചിലർ ഇത് രണ്ടും രണ്ടാക്കി എണ്ണി എന്ന വ്യത്യാസമേ ഉള്ളൂ. ശരി, അപ്പൊ ഈ സൂറത്ത് യാസീനിനെ സംബന്ധിച്ചിടത്തോളം അത് മരണപ്പെട്ടവരുടെ അടുക്കൽ ഓതുക എന്നുള്ളതല്ല, മരണം ആസന്നമായവരുടെ അടുക്കൽ ഓതലാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. രണ്ടായിരുന്നാലും ആ ഹദീസ് എന്തല്ല, കുറ്റമറ്റ ഒരു റിപ്പോർട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അത് സഹിയാണെന്ന് വിചാരിച്ച പണ്ഡിതന്മാരങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുന്നു. കാരണം അവരാരും മനഃപൂർവ്വം ഒരു കാര്യം നബിതങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ട് പിന്നെ അതിന്മേൽ കെട്ടിപ്പടുത്തുകൊണ്ട് നിയമങ്ങൾ പറയുന്നവരല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് യാസീനിനെ സംബന്ധിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. അതായത് സൂറത്ത് യാസീനിന് തൗറാത്തിൽ പേര് പറയപ്പെട്ടത് അൽ മുഇമ്മ എന്നാണ്. അപ്പോൾ ചോദിക്കപ്പെട്ടു, എന്താണ് അൽ മുഇമ്മ എന്ന് പറഞ്ഞാൽ? അപ്പോൾ മറുപടി ഉണ്ടായി, തഅമ്മു സാഹിബുഹാ ബി ഖൈരിദ് ദുനിയാ വൽ ആഖിറ. യാസീൻ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വ്യാപകമായ നിലക്ക് നന്മയുണ്ടാകും. അതുകൊണ്ടാണ് ആ പേര് കിട്ടിയത്. അതുപോലെ തന്നെ മുദാഫിഅ എന്ന് പേരുണ്ട്, ഖാദിയ എന്ന് പേരുണ്ട്. എന്താ അങ്ങനെ പേര് വരാൻ കാരണം? എല്ലാ തിന്മകളെയും തടുക്കുന്ന സൂറത്താണിത്, എല്ലാ ഹാജത്തുകളെയും വീട്ടിത്തരുന്ന സൂറത്തുമാണിത്, അതുകൊണ്ടാണ് എന്നും കൂടെ റിപ്പോർട്ട്. തീർന്നില്ല, ആരെങ്കിലും അത് ഒരു തവണ പാരായണം ചെയ്താൽ 20 ഹജ്ജിന് സമാനമാണ് എന്നും കൂട്ടത്തിൽ റിപ്പോർട്ട്. തീർന്നില്ല, ഇനി പാരായണം തന്നെ വേണമെന്നില്ല, ആരെങ്കിലും അത് ഒരു തവണ കേട്ടാൽ തന്നെ 1000 ദീനാറ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തതിന് കിടപിടിക്കുന്ന തുല്യമായ കാര്യമാണെന്നും കൂട്ടിച്ചേർത്തിരിക്കുന്നു. തീർന്നില്ല, ആരെങ്കിലും സൂറത്ത് യാസീൻ ഒരു ഭാഗത്ത് എഴുതുകയും എന്നിട്ട് അത് മായ്ച്ച് ആ വെള്ളം കുടിക്കുകയും ചെയ്താൽ അവൻ്റെ ഉള്ളിലേക്ക് അവൻ 1000 മരുന്നുകളാണ് സേവിച്ചിട്ടുള്ളത്, 1000 പ്രകാശമാണ് അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്, 1000 ദൃഢമായ ഈമാനാണ് അവന് ലഭിച്ചിട്ടുള്ളത്, 1000 ബറക്കത്താണ് അവന് ലഭിച്ചിട്ടുള്ളത്, 1000 റഹ്മത്താണ് ലഭിച്ചിട്ടുള്ളത്. അവനിൽ നിന്ന് പകയും വിദ്വേഷവും സർവ്വരോഗങ്ങളും നീക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്നും ചേർത്തുകൊണ്ടുള്ള സുദീർഘമായ ഒരു റിപ്പോർട്ട്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ബാത്തിലുൻ ലാ അസ്ലലഹു, ഒരടിസ്ഥാനമില്ല. ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ സഹിഹെങ്കിൽ, സഹിയല്ല. പിന്നെ ഇപ്പം നമ്മളെന്താ സഹിഹല്ല, നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഒരു പുണ്യം നമുക്ക് പറയാൻ പറ്റൂലല്ലോ. തീർന്നില്ല, ഇനിയും കേൾക്കുക. ചില റിപ്പോർട്ടിൽ കാണാം എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, വിശുദ്ധ ഖുർആന്റെ ഹൃദയമാണ് യാസീൻ. ആരെങ്കിലും യാസീൻ അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ അവൻ്റെ മുഴുപാപങ്ങളും പൊറുക്കുന്നതാണ്. അവന് പ്രതിഫലം ലഭിക്കുന്നത് എപ്രകാരമാണ്? വിശുദ്ധ ഖുർആൻ 12 തവണ ഖത്തം തീർത്തവനെ പോലെയാണ്. യാസീൻ ഓതിയാൽ 12 ഖത്തം ഓതിയ കൂലി. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് മരണം ആസന്നമായ വേളയിൽ അവൻ്റെ അടുക്കൽ ഖുർആൻ ഓതപ്പെട്ടാൽ, യാസീൻ ഓതപ്പെട്ടാൽ അവൻ്റെ അടുക്കൽ മലക്കുൽ മൗത്ത് ഇറങ്ങി വരും. മലക്കുൽ മൗത്ത് ഇറങ്ങി വരും എന്ന് മാത്രമല്ല, സൂറത്ത് യാസീനിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും സമാനമായ നിലക്ക് അവിടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുകയും 10 മലക്കുകൾ സ്പെഷ്യലായി അവിടെ ഇറങ്ങുകയും ചെയ്യും. ആ 10 മലക്കുകൾ എന്തു ചെയ്യും? യഖൂമൂന ബൈന യദൈഹി സുഫൂഫൻ യുസല്ലൂന അലൈഹി. അവൻ മരിക്കുന്ന വേളയിൽ അവന് വേണ്ടി ജനാസ നിസ്കരിക്കാൻ വേണ്ടി സ്വഫായിട്ട് ഈ 10 മലക്കുകൾ ഉണ്ടാകും. വയസ്തഗ്ഫിറൂന ലഹു, ഈ വ്യക്തിക്ക് വേണ്ടി പാപമോചനത്തിന് അവർ തേടും. വയഷ്ഹദൂന ഗുസ്ലഹു, അവന്റെ ജനാസ കുളിപ്പിക്കാൻ അവരും ഉണ്ടാകും. വയുശയ്യിഊന ജനാസതഹു, അവന്റെ ജനാസക്ക് അവരും ഹാജരാകും. അവന് വേണ്ടി അവർ നമസ്കരിക്കും. തീർന്നില്ല, അവന്റെ ഖബർസ്ഥാനിലും അവരുണ്ടാകും. അവനെ ഖബറടക്കുന്നതിനും മലക്കുകൾ സാക്ഷി നിൽക്കും. മരണത്തിന്റെ വേദനയുള്ള ഘട്ടത്തിൽ ആരെങ്കിലും യാസീൻ ഓതിയാൽ ആ വ്യക്തിയുടെ റൂഹ് മലക്കുൽ മൗത്ത് പിടിക്കുകയില്ല. ഏതുവരെ? ഹത്താ യജീഅഹു റിദ്വാനു ഖാസിനുൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് അവിടെ എത്തുവോളം. റിദ്വാൻ എന്ന മലക്ക് സ്വർഗത്തിൽ നിന്ന് വരിക എന്തും കൊണ്ടാണ്? ബിശുർബത്തിൻ മിൻ ശറാബിൽ ജന്ന, സ്വർഗത്തിൽ നിന്നൊരു കൊപ്പ് പാനീയവുമായിട്ടാണ് വരിക. ഫയശ്റബുഹാ അലാ ഫിറാശിഹി,
അങ്ങനെ ഈ മരണമാസന്നമായി കിടക്കുന്ന വ്യക്തി അയാൾ ആ കിടന്ന വിരിപ്പിൽ കിടന്നുകൊണ്ട് അത് കുടിക്കും. എന്നിട്ടാണ് മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ റൂഹിനെ കൊണ്ടുപോകുമ്പോൾ വഹുവ റയ്യാൻ, ഈ വ്യക്തി നല്ല ദാഹം തീർന്നിട്ടുണ്ടാകും. ഫയംകുസു ഫീ ഖബരിഹി, എന്നിട്ട് അയാളുടെ ഖബറിൽ അദ്ദേഹം കഴിച്ചു കൂട്ടുമ്പോൾ വഹുവ റയ്യാനുൻ, ദാഹം തീർന്ന നിലക്കായിരിക്കും കാലാകാലം ഖബറിൽ ഉണ്ടാവുക. വയുബഅസു യൗമൽ ഖിയാമ വഹുവ റയ്യാൻ, പരലോകത്തേക്ക് ആ മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും അയാൾ ദാഹം തീർന്ന അവസ്ഥയിലായിരിക്കും. വലാ യഹ്താജു ഇലാ ഹൗദിൻ മിൻ ഹിയാദിൽ അംബിയാഇ ഹത്താ യദ്ഖുലൽ ജന്നത വഹുവ റയ്യാൻ, അമ്പിയാക്കന്മാർക്ക് നൽകപ്പെടുന്ന ഹൗലുകളിൽ ഒരാളുടെ ഹൗലിലേക്കും ഇദ്ദേഹത്തിന് ആവശ്യമില്ലാത്തത്ര ഇയാൾ ദാഹം തീർന്ന വയറ് നിറഞ്ഞ നിലയിൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു. കെട്ടുകഥയാണ്, കള്ളഹദീസാണ്, സഹീഹല്ല. ഇനി കേൾക്കുക, ആരെങ്കിലും യാസീൻ പകലിന്റെ പ്രാരംഭത്തിൽ ഓതിയാൽ അവന്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നതാണ്, സഹീഹല്ല. ആരെങ്കിലും യാസീൻ ഓതിയാൽ അവന്റെ പാപം പൊറുക്കപ്പെടുന്നതാണ്. വിശക്കുന്ന വേളയിൽ യാസീൻ ഓതിയാൽ വിശപ്പ് മാറുന്നതാണ്. വഴിപിഴച്ചവൻ അവൻ വഴിതെറ്റിയവൻ ഓതിയാൽ അവൻ നേർവഴിയിൽ എത്തുന്നതാണ്. നഷ്ടപ്പെട്ടു വല്ല വസ്തുക്കളും അത് തിരിച്ചു കിട്ടാൻ ഉദ്ദേശിച്ചാരെങ്കിലും ഓതിയാൽ അവന്റെ കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടുന്നതാണ്. ഭക്ഷണത്തിന്റെ കമ്മി കാരണത്താൽ ആരെങ്കിലും സൂറത്ത് യാസീൻ ഓതിയാൽ ആ ഭക്ഷണം അവന് മതിയാകുന്ന നിലക്കായി അള്ളാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. ആരെങ്കിലും ഒരു മയ്യത്തിന്റെ സമീപത്ത് ഓതിയാൽ അവന്റെ വേദനയെ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുന്നതാണ്. ആരെങ്കിലും ഒരു പ്രസവവേദന ഇളകിയ പെണ്ണിന്റെ സമീപത്ത് വെച്ച് യാസീൻ ഓതിയാൽ അവൾ എത്രയും എളുപ്പത്തിൽ പ്രസവിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് ഒരു തവണ പാരായണം ചെയ്താൽ 11 തവണ ഓതിയതിന്റെ പ്രതിഫലമാണ്. വലികുല്ലി ശൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി യാസീൻ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, ഖുർആനിന്റെ ഹൃദയമത്രേ യാസീൻ. സഹീഹല്ല. കുറച്ച് സമയമെടുത്ത് ഞാനിത് നിങ്ങളെ കേൾപ്പിക്കുന്നത്, ഇതൊക്കെ നാളെ നിങ്ങൾക്ക് മറുപടിയായിട്ട് കേൾക്കാവുന്നതായതുകൊണ്ടാണ്. ഇതൊക്കെ പറയും. ഈ ഹദീസൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ മൗലവിനോടൊന്ന് ചോദിച്ചു നോക്കി. മൗലവി സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഒന്നും ദഈഫാന്ന് പറയില്ല. എനിക്കെന്താ ഇതിന് അധികാരം? മാത്രമല്ല, ഇതൊക്കെ സ്വഹിയായി കിട്ടിയെങ്കിൽ എന്ന് മോഹിച്ച് നമുക്ക് യാസീൻ ഓതിക്കൂടെ? നല്ലതല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുക, ഒരു ഹദീസ് സഹീഹാകുവാനുള്ള മാനദണ്ഡങ്ങളൊന്നും ഇതിന് പൂർത്തിയായിട്ടില്ല എന്നാണ് ഈ പറയുന്നത്. പണ്ഡിതന്മാരുടെ കിതാബുകളിൽ ഒരുപക്ഷെ അവരത് സഹീഹ് എന്ന നിലക്ക് ചില അഭിപ്രായങ്ങളൊക്കെ ചില ഉലമായിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ടാകും. ഇപ്പൊ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പോലും അദ്ദേഹം ഇതിന്റെ പ്രാരംഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സൂറത്ത് ആർക്കെങ്കിലും ഏതു പ്രയാസമുള്ള ഘട്ടത്തിലും ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന്റെ പ്രയാസങ്ങളെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കാതിരിക്കില്ല എന്ന് ഈ സൂറത്തിനെ സംബന്ധിച്ച് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള ഈ തഫ്സീറിൽ പറയുന്നുണ്ട്. അതും ഇബ്നു കസീർ റഹിമഹുള്ള ഉലമായിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഉദ്ധരണി നമ്മൾ മനസ്സിലാക്കുക, അത് അവര് ഇത്തരം ഹദീസുകളൊക്കെ സഹീഹാണെന്ന നിലക്കുള്ള അവരുടെ ഇജ്തിഹാദാണ്. അവരതിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പക്ഷെ അതിന് തെളിവില്ല. തെളിവില്ലാത്തൊരു കാര്യം നമ്മൾ അള്ളാഹുവിലേക്കോ അള്ളാഹുവിൻ്റെ റസൂലിലേക്കോ ചേർത്ത് പറയുവാൻ നമുക്ക് പാടില്ല. മറിച്ച് അത് പറഞ്ഞയാളിലേക്ക് ചേർത്ത് പറയാം. ഞാനൊരു പണ്ഡിതന് അഭിപ്രായമുണ്ട്, ആയിക്കോട്ടെ, ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ, ഇനി തെറ്റാണെങ്കിലും ഒരു മുജ്തഹിദായ ഗവേഷണ പടുവായ അപാര പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതന്റെ വാക്കുകളിൽ ഒരല്പ അബദ്ധം വന്നാലും ആ വ്യക്തിക്ക് തെറ്റൊന്നും വരൂല. പക്ഷെ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും അത് പ്രചരിപ്പിക്കുന്ന പിൽക്കാലക്കാര് തെറ്റുകാരായി മാറും. ഇതാണ് നമുക്ക് ഉലമാഇനോടുള്ള നമ്മുടെ സമീപനം. അല്ലാതെ ഷാഫി ഇമാമിനേക്കാണ് വലിയ വിവരമാണല്ലോ ഇപ്പൊ മൂപ്പർക്ക്, വലിയ പണ്ഡിതനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നേരെ പരിഹസിക്കണ്ടെന്ന് ആവർത്തിച്ച് പറയണത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ ഇനി ഈ ഹദീസ് ഇനി ഒന്നും ചെയ്യാൻ ബാക്കില്ല. യാസീൻ കെട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പുത്തമ്പള്ളിക്കലുണ്ട്, മൊനമ്പത്ത് ബീവിടെ ജാറത്തിലുണ്ട്, ഏറുവാടി ജാറത്തിലുണ്ട്, ഭീമാപ്പള്ളി ജാറത്തിലുണ്ട്. യാസീൻ കെട്ട്, യാസീൻ ഓതിയിട്ട് ഒരു കയറും അങ്ങനെ കെട്ടിട്ട് വെച്ചിക്കുക എളുപ്പത്തിനേ. അങ്ങനെ യാസീൻ നേർച്ചയേക്കും. യാസീൻ പണം എത്രയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും മക്ബറയിൽ, ജാറത്തിൽ. അപ്പോൾ ഒരു യാസീന് ഇപ്പോൾ 500 റുപ്യാണ് നോട്ടിക്കൊള്ളാം. 500 റുപ്യ നിങ്ങൾ അവിടെ അടച്ച് രസീത് വാങ്ങിയാൽ ഈ മൊല്ലാക്ക പോയി അയാൾ പോയിട്ട് എന്ത് ചെയ്യും?
ആ യാസീൻ കെട്ടിട്ടിട്ടുണ്ടല്ലോ, ആ കെട്ടുന്ന ഒരു കെട്ടണ്ട് അയക്കും. 500 റുപ്യക്ക് ഒരു കെട്ടയച്ചു. ഒരു യാസീൻ ഇപ്പൊ ഇയാൾ ഓതിയമായില്ലേ. കാരണം പണ്ട് കുറേ ഓതിയിട്ട് കെട്ടിട്ട് വെച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ യാസീൻ കെട്ട് വിൽപ്പന നടത്തുന്ന ആളുകളുണ്ട്. ഇതൊന്നും ഒരാൾക്കൊന്നും ശരിക്കാൻ കഴിയൂല. പിന്നെ യാസീൻ ഓതാൻ വേണ്ടിയിട്ട് യൂട്യൂബിലെ വ്ളോഗർമാരായിട്ട് കുറേ മുസ്ലിയാക്കന്മാര് ഇത് ഓതാനുള്ള ഒരുപാട് രൂപങ്ങളും അതിൻ്റെ മഹത്വങ്ങളും പറഞ്ഞിട്ട് തട്ടിത്തടഞ്ഞ് നടക്കാൻ വയ്യ സോഷ്യൽ മീഡിയയിൽ. ഒരാളുടെ മാത്രം സാമ്പിളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, ചുരുക്കി പറഞ്ഞുതരാം. അയാൾ പറയണ്, അത്യാവശ്യമായ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാനുണ്ടെങ്കിൽ സൂറത്ത് യാസീൻ 4 തവണ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതിയാൽ മുഴുവൻ ആവശ്യങ്ങളും വീടുന്നതാണ്. നീ ഓതണ്ട രൂപം കേട്ടോളൂ. യാസീൻ എന്നത് 7 തവണ പറഞ്ഞ് യാസീൻ 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 അങ്ങനെ 7 തവണ പറഞ്ഞ് പിന്നെ 38-ാമത്തെ ആയത്ത് വരെ ഒറ്റത്തവണ ഓതുക. 38-ാമത്തെ ആയത്ത് എന്താണ്? വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അതെത്തിയാൽ അത് 14 തവണ ആവർത്തിക്കണം. പിന്നെ അവിടുന്ന് അങ്ങോട്ടിങ്ങനെ ഒറ്റത്തവണ ചൊല്ലിയിട്ട് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അവിടെ എത്തിയാൽ അത് 7 തവണ ആവർത്തിക്കണം. അതിൻ്റെ ശേഷം പിന്നെ ഉള്ള ആയത്തുകൾ ഒറ്റത്തവണ ഓതിയിട്ട് 81-ാമത്തെ ആയത്തെത്തുമ്പോൾ അവലൈസല്ലദീ എന്നാരംഭിക്കുന്ന 81-ാമത്തെ ആയത്തെത്തുമ്പോൾ അത് 12 തവണയും ആവർത്തിക്കണം. അങ്ങനെ അതങ്ങ് ശേഷം അങ്ങനെ പൂർത്തിയാക്കിയിട്ട് സുബഹിക്ക് ശേഷം ഇതേ രീതിയിൽ 4 തവണ ചെയ്ത് പ്ലസ് ഒരു ഫാത്തിഹയും ഓതിയാൽ ഏത് ഉദ്ദേശങ്ങളും ഉടനടി അങ്ങ് നിറവേറുന്നതാണ്. ആരേത് പറഞ്ഞു? ആരാ അങ്ങനെ രീതി പഠിപ്പിച്ചത്? ആരാ ഇവർക്കിതിന് അധികാരം കൊടുത്തത്? ഇവർക്കിതിന് ആരാണ് അധികാരം കൊടുത്തത്? ഇങ്ങനെയാണ് ഓരോ സൂറത്തിൻ്റെയും ഇങ്ങനെ മഹത്വവും പുണ്യമൊക്കെ പറയാ, എന്നിട്ട് അങ്ങനെ ആളുകളെ പൊട്ടീസാക്കുക. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കണ്ടോ, യാസീൻ വിരോധി, ഖുർആൻ വിരോധി. ഇവർക്ക് ഖുർആനോട് വെറുപ്പാണ്, യാസീനോട് വെറുപ്പാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുപ്പാണ്, ഫാത്തിഹനോട് വെറുപ്പാണ്. ഇങ്ങനെ പറയും. നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിധത്തിൽ ഇങ്ങനെ പ്രത്യേകമായി യാസീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയപ്പെടുന്ന ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് യാസീനിനെ സംബന്ധിച്ചിടത്തോളം ആമുഖമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.